ഉണ്ടായൊരു സമയമുണ്ടായിരുന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പിന്നെ പടക്കളത്തിലേക്ക് ഇറങ്ങാണ്. അപ്പോൾ പോരാട്ടം നടന്ന ഭൂമിയാണ് ഈ കാണുന്നത്. ഈ കാണുന്ന സ്ഥലം ഇവിടെയാണ് പോരാട്ടം നടന്നത്. ഇവിടെ ഇപ്പോൾ കാണില്ല, ഇവിടെ ഇങ്ങനെ ഒരു പിന്നെ ടാങ്ക് മാതിരി ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞ് മൂടി എന്താ അറിയില്ല, അപ്പുറത്തുണ്ടാ അറിയില്ല, നോക്കാം നമുക്ക്. ആ ടാങ്കിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ടാങ്ക് ഇങ്ങനെ കെട്ടിയിരുന്നു. ആ ടാങ്കിൽ വെള്ളം നിറച്ച് റസൂലും സഹാബാക്കളും ഇങ്ങനെ കാത്തുക്കുമ്പോൾ ഇവർ ആ ഭാഗത്ത് നിന്ന് എങ്ങനെയെങ്കിലും ഇത് തുടങ്ങണമല്ലോ, പ്രശ്നം തുടങ്ങണമല്ലോ, അങ്ങനെ ആ വെള്ളം ഞങ്ങൾ എടുക്കും, ടാങ്ക് നശിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത്. അങ്ങനെ ആ പോരാട്ടം ശരിക്കും ആരംഭിക്കണത് തന്നെ. അപ്പോൾ ഇവിടെ വെച്ച് നടന്ന ആ പോരാട്ടത്തിൽ പ്രധാനമായും ആദ്യമായി ശത്രുക്കളോട് ഏറ്റുമുട്ടിയ ആളാണ് ബഹുമാനപ്പെട്ട സയ്യിദു ശുഹദാ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു. ഹംസ റളിയല്ലാഹു അൻഹു ശത്രുക്കളിൽ പ്രമുഖനായ അസ്വദ് എന്ന ആളെ ഇവിടെ വെച്ച് വീഴ്ത്തി. അതോടുകൂടെ ശത്രുക്കൾ മെല്ലെ പലരും, കാരണം അസ്വദ് അത്രയും വലിയ ധീരനാണ്, ആ അസ്വദിന് വരെ പിടിച്ചു നിൽക്കാൻ കഴിയണില്ല എന്നുണ്ടെങ്കിൽ നമ്മളെങ്ങനെയെന്നുള്ള ബേജാറിൽ പലരും പുറകോട്ടൊന്നു. പക്ഷേ അബൂജഹൽ എല്ലാവരെയും കൂടെ പിടിച്ചു നിർത്തി. അതിൻ്റെ ഇടക്കാണ് ഉത്ബത്ത്, ഷൈബത്ത്, വലീദ് എന്ന് പേരുള്ള മൂന്നാളുകൾ, ശത്രുക്കളിൽ പ്രമുഖരായ മൂന്നാളുകൾ രംഗത്ത് വരുന്നത്. അവർ വന്നിട്ട് വെല്ലുവിളിക്കുകയാണ്. വെല്ലുവിളിച്ചിട്ട് അവർ പറഞ്ഞു, ഞങ്ങളോട് ഏറ്റുമുട്ടാൻ ധൈര്യമുള്ളവർ ആരുണ്ട്, രംഗത്ത് വരണം. ഈ ഒരു വെല്ലുവിളി കേട്ടപ്പോൾ സഹാബാക്കളിൽ അൻസാറുകളായ അഥവാ മദീനക്കാരായ 3 സഹാബാക്കൾ പടക്കളത്തിലേക്ക് ഇറങ്ങി. അപ്പോൾ അവർ ചെന്നപ്പോൾ, നിങ്ങൾ എന്തിനാ പോകുന്നത്? ഞങ്ങൾ നിങ്ങളെ വെല്ലുവിളി സ്വീകരിച്ച് വന്നതാണ്. നിങ്ങളാരാണ്? ഞങ്ങളിങ്ങനെ മദീനത്തുള്ളവരെ, നിങ്ങളല്ലേ നമുക്ക് വേണ്ടത്. ഞങ്ങൾക്ക് വേണ്ടത് മക്കയിൽ നിന്ന് ഞങ്ങളെ പേടിച്ചു പോകുന്ന ആളുകളെ വേണ്ടത്. ആ അബൂബക്കറും ഹംസയും ഉമറും അങ്ങനത്തെ ഇല്ല അവിടെ. ഇത് കേട്ടപ്പോൾ അവർ നേരെ പുറകോട്ട് മാറി. മുഹാജിറുകളെയാണ് ആവശ്യം എന്ന് കേട്ടപ്പോൾ സുബ്ഹാനല്ലാഹ്, മുഹാജിറന്റെ വാക്ക് കേട്ട് മുന്തി 3 സിംഹരാം, മുന്നിലെ ഉബൈദത്തും പിന്നെ ഹംസയും വഹൈദറാം. മുഹാജിറുകളാണ് ഞങ്ങൾക്ക് ഏറ്റുമുട്ടാൻ വേണ്ടതെന്ന് ശത്രുക്കൾ പറഞ്ഞപ്പോൾ ഹംസ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, ഉബൈദത്ത് റളിയല്ലാഹു അൻഹു 3 ആളും രംഗത്ത് വന്നു. അങ്ങനെ പോരാട്ടം തുടങ്ങി. ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹു ഷൈബത്തുമായും, അലിയാർ തങ്ങൾ വലീദുമായും, ഉബൈദത്ത് റളിയല്ലാഹു അൻഹു ഉത്ബത്തുമായും ഏറ്റുമുട്ടാൻ തുടങ്ങി. ഹംസത്ത് എന്നവർ പെട്ടെന്ന് ഷൈബത്തിനെ കൈകാര്യം ചെയ്തു. അലിയാർ തങ്ങൾ വലീദിനെ പെട്ടെന്ന് കൈകാര്യം ചെയ്തു. ഉബൈദത്ത് റളിയല്ലാഹു അൻഹുവിന് വയസ്സ് 60ന്റെ മേലായിട്ടുണ്ട്. പിടിച്ചു നിൽക്കാൻ വല്ലാതെ പ്രയാസപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ